കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായ ഈ സമയത്തിൽ വീണ്ടും എൻ്റെ ഈ ചാനലിലൂടെ നിങ്ങളോട് സംവദിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ അനുഗ്രഹവും കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ദൈവം നൽകിത്തന്ന ആ വലിയ കൃപയെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആനുകാലികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽ ഇന്ന് എത്തിക്കുന്നതിന് വേണ്ടിയാകുന്നു ഇന്ന് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ ഈ ചാനലിൽ വിവിധ അവസരങ്ങളിൽ പൊതുക്കാര്യങ്ങളും സാമൂഹ്യ പ്രസക്തമായ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടെങ്കിലും അല്പം കൂടെ ഗൗരവതരമായ ഒരു വിഷയം ഇന്ന് സംവദിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, SNDP യോഗത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ ഒരു കരുത്തുറ്റ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്ന് എനിക്കറിയാം. ഈഴവ സമുദായത്തിൻ്റെ ആശയവും അഭിലാഷവും അഹങ്കാരവുമായിട്ടുള്ള ബഹുമാന്യനായ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ഒരു പ്രസ്താവനയാകുന്നു ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം. അദ്ദേഹം പറയുവാനിടയായിത്തീർന്നു, ഈഴവ സമുദായത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും ഭൂരിപക്ഷം ആളുകളെയും മതം മാറ്റി കൊണ്ടുപോകുന്നത് ഇവിടുത്തെ പെന്തക്കോസ്തുകാരാകുന്നുവെന്ന് അദ്ദേഹം പറയുവാനിടയായി. അതുകൊണ്ട് തന്നെ പെന്തക്കോസ്തുകാരും വെള്ളാപ്പള്ളിയും തമ്മിലൊരു സംവാദത്തിന് തയ്യാറായ സാഹചര്യത്തിൽ ആ പ്രശ്നം ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവൻ ആരംഭിച്ച SNDPയുടെ പരമാധികാരിയും പരമോന്നതനായ നേതാവുമാകുന്നു. ബഹുമാനപ്പെട്ട ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ആപ്തവാക്യത്തിൻ്റെ ഉടമയായിരുന്നു. അദ്ദേഹം മനുഷ്യൻ്റെ സാമൂഹ്യ വിപത്താകുന്ന മദ്യത്തെക്കുറിച്ച് വളരെ നിശ്ചിതമായ സമീപനമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മദ്യം ഉണ്ടാക്കരുത്, അത് കച്ചവടം ചെയ്യരുത്, അത് കുടിക്കരുത് എന്ന് അദ്ദേഹം പറയുവാനിടയായിത്തീർന്നു. പക്ഷേ അതിന് നേരെ വിരുദ്ധമായിട്ടാകുന്നു ഇന്നത്തെ SNDP സമുദായത്തിൽപ്പെട്ട ആളുകളും അതിൻ്റെ നേതൃത്വവും ഇടപെടുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. എന്തുകൊണ്ടാണ് പെന്തക്കോസ്തിലേക്ക് ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾ കടന്നു പോകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഈഴവ സമുദായത്തിൻ്റെ മതപരിവർത്തന കഥയുടെ ആ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടതായി വരും. ഈഴവ സമൂഹത്തിൽപ്പെട്ട ആളുകളാകുന്നു കേരളത്തിലെ മിക്കവാറും സഭകളിലെ, ക്രിസ്തീയ സഭകളിലെ പഴയ ആളുകളെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അത് പറയാതിരുന്നാൽ ഈ മെസ്സേജിനൊരു പ്രസക്തിയുമില്ല. കത്തോലിക്കർ മുതൽ പെന്തക്കോസ്തിൻ്റെ ന്യൂ ജനറേഷൻ വരെയുള്ള സമൂഹത്തെ നമ്മൾ വിലയിരുത്തിയാൽ അവിടെയെല്ലാം ഈഴവ സമുദായത്തിലെ ആളുകൾ ക്രിസ്തുമതം സ്വീകരിച്ച ചരിത്രം കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് കേരളത്തിലെ പ്രൊട്ടസ്റ്റൻ്റ് സഭാവിഭാഗങ്ങളാകുന്ന CSI, CMS, മാർത്തോമ, അതുപോലെ തന്നെ കാത്തലിക്കിൻ്റെ റെയ്ത്ത് ഉൾപ്പെടെയുള്ള സഭകളിൽ ഈ മതപരിവർത്തനത്തിലുള്ള രംഗത്ത് വന്ന ഈഴവ സമൂഹത്തിൻ്റെ ഒരു വലിയ പ്രാതിനിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിലെ ന്യൂ ജനറേഷൻ സഭയിൽ ഏറ്റവും വലിയ സഭയാകുന്ന തങ്കുവിൻ്റെ സഭയിൽ, ബഹുമാന്യനായ തങ്കുവിൻ്റെ സഭയിൽ ധാരാളം ഈഴവർ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. കോട്ടയത്തുള്ള ഈഴവരിൽ നല്ല വിഭാഗം ആളുകൾ തങ്കുവിൻ്റെ സഭയിലേക്ക് ചേക്കേറിയ ചരിത്രവും കാണുവാൻ കഴിയും. എന്താകുന്നു പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിലേക്ക് മറ്റു സമൂഹത്തിൽപ്പെട്ട ആളുകൾ ചേക്കേറാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, സമാധാനം കിട്ടണമെങ്കിൽ അവിടേക്ക് തന്നെ മടങ്ങിപ്പോകണം. ക്രിസ്തുവെന്ന സമാധാന പുരുഷനെ ഹൃദയംഗമമായി പ്രസംഗിക്കുന്ന ഒരു പ്രസ്ഥാനം, ഒരു സമൂഹം
ഇവിടെ ഉണ്ടെങ്കിൽ അത് പെന്തക്കോസ്ത് മാത്രമേ ഉള്ളൂ. പെന്തക്കോസ്തിലേക്ക് ജനങ്ങൾ വരാനുള്ള കാരണവും അതുതന്നെയാകും. ഈഴവ സമൂഹത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന അല്ലെങ്കിൽ SNDPയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും കൊടുത്ത് മനുഷ്യനെ വിഷമസന്ധിയിലേക്ക് നടത്തുമ്പോൾ അതിൽ നിന്നും മുക്തി നേടുവാൻ വേണ്ടി അവരെ ഉപദേശിക്കുന്ന ഒരു ചെറിയ പണി മാത്രമേ പെന്തക്കോസ്ത് സമൂഹം ചെയ്യുന്നുള്ളൂ എന്ന് ബഹുമാന്യനായ വെള്ളാപ്പള്ളി നടേശൻ അറിയേണ്ടതായിരിക്കുന്നു. അങ്ങനെ രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, സ്നാനം സ്വീകരിക്കുക എന്നൊക്കെ ചെയ്തതിന് ശേഷമായി ഇവിടുത്തെ പെന്തക്കോസ്ത് സമൂഹത്തിലും ന്യൂ ജനറേഷൻ സഭകളിലും പ്രൊട്ടസ്റ്റൻ്റ് സഭകളിലും ചേക്കേറിയ ഈഴവർ ഇന്ന് ആ സമൂഹത്തിൻ്റെയൊക്കെ ഉന്നത ശ്രേണിയിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയയില്ല. അവിടെ കിടന്ന് മദ്യത്തിനും അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾക്കും അടിമയാകാതെ പുതിയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് അതിൻ്റെ ഉന്നത ശ്രേണിയിൽ വിരാജിക്കുന്ന എത്രയോ ഈഴവ സഹോദരങ്ങളെ എനിക്ക് കാണിച്ചു തരാൻ കഴിയും എന്നുകൂടെ ഞാൻ ഈ അവസരം ഓർപ്പിക്കുക. എന്താണ് ഈ പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ പ്രത്യേകത? പെന്തക്കോസ്ത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ മദ്യത്തിനും മദിരാക്ഷിക്കും കള്ളിനും കറുപ്പിനും കഞ്ചാവിനും സ്ഥാനമില്ല. ആരെങ്കിലും ഏതെങ്കിലും ചില ആളുകൾ പെന്തക്കോസ്ത് സമൂഹത്തിൽപ്പെട്ടവർ മദ്യം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഞാൻ അംഗീകരിക്കാൻ തയ്യാറാകുന്നു. കാരണം ചില ആളുകളെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളവർ ഉണ്ടായിരിക്കാം. എനിക്ക് നേരിൽ അങ്ങനെ അറിയാൻ കഴിയുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ പോലും ഈ സമൂഹത്തിലേക്ക് കടന്നു വന്ന് രക്ഷയുടെയും മാനസാന്തരത്തിൻ്റെയും വഴി കണ്ടെത്താൻ ഏക കാരണം യേശുക്രിസ്തു എന്ന് പറയുന്ന അനുഗ്രഹീതമായ സത്താവിശേഷമാകുന്നു. ആ യേശുവിൽ വിശ്വസിക്കുവാനും യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുവാനും ശ്രമിച്ചതുകൊണ്ട് അവനും അവൻ്റെ കുടുംബവും രക്ഷിക്കപ്പെടുവാനിടയായി. അവർ നല്ല നിലയിൽ ഇവിടെ ജീവിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയയില്ല. ഇത് ഞാൻ പറയുമ്പോൾ പെന്തക്കോസ്ത് സമൂഹം മുഴുവൻ അങ്ങ് സ്വർഗമാണെന്നൊന്നും ഞാൻ പറയാൻ തയ്യാറല്ല. പെന്തക്കോസ്ത് സമൂഹത്തിൽ ജാതിയുണ്ട്, മതമുണ്ട്, വർഗമുണ്ട്, വർണ്ണമുണ്ട്, മറ്റ് ദിക്കുകളൊക്കെ പറയുന്ന പെന്തക്കോസ്ത് സമൂഹവും നമ്മുടെ മധ്യയുണ്ട്. മനുഷ്യനാകുമ്പോൾ അതൊക്കെ സംഭവിക്കും എന്ന് പറയാതിരിക്കാനും കഴിയയില്ല. പക്ഷേ ഒരു സമൂഹത്തെ മൊത്തമായി മോശമായി ചിത്രീകരിക്കുവാൻ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ ശ്രമിച്ചതുപോലെ ശ്രമിക്കുവാൻ ഞാൻ തയ്യാറാകുന്നില്ല. എല്ലാ സമൂഹത്തിലും പുഴുക്കുത്തുകളുണ്ട്, എല്ലാ സമൂഹത്തിലും വേദന നിറഞ്ഞ ആളുകളുണ്ട്, എല്ലാ സമൂഹത്തിലും തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളുണ്ട്. ഇല്ലെന്ന് പറയുവാനും ഞാൻ തയ്യാറല്ല. മറിച്ച് ഈഴവരെ മാത്രം തെരഞ്ഞു പിടിച്ച് ഒരു കാരണവശാലും പെന്തക്കോസ്ത് സമൂഹം ഇവിടേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാകുന്നു. ഓരോ കുടുംബങ്ങളിലെയും പരിതസ്ഥിതികൾ അറിഞ്ഞും അല്ലെങ്കിൽ ആ പരിതസ്ഥിതികൾ മനസ്സിലാക്കിയും എവിടെ പോയാൽ ഞങ്ങൾക്ക് സ്വൈര്യമായി സന്തോഷമായി ജീവിക്കാൻ കഴിയുമെന്ന് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിയും വൈഭവവുമൊക്കെ ഓരോ മനുഷ്യനുമുണ്ട്. അങ്ങനെ ആ കുടുംബങ്ങൾ സ്വയം എത്തിച്ചേർന്നതാകുന്നു പെന്തക്കോസ്തിൽ എന്ന് പറയാൻ ഞാൻ താല്പര്യപ്പെടുകയാകുന്നു. അതുകൊണ്ട് പെന്തക്കോസ്ത് എന്ന് പറയുന്ന സമൂഹം ശരിയല്ല എന്നോ അവർ ഈഴവരെ മാത്രം മാനസാന്തരപ്പെടുത്തുന്നവരെന്നോ പറയാൻ പാടില്ല. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ദളിതരും പട്ടികജാതിക്കാരുമായ ആളുകൾ, ആദിവാസികളും പിന്നോക്ക വർഗത്തിൽപ്പെട്ട ആളുകളും ഒക്കെ അല്പമെങ്കിലും സമാധാനവും അല്പമെങ്കിലും സ്വാതന്ത്ര്യവും അല്പമെങ്കിലും സമത്വവും ലഭിക്കുന്ന പ്രസ്ഥാനമായ പെന്തക്കോസ്തിലേക്ക് ചേക്കേറുന്നതിൽ ആർക്ക് കുറ്റം പറയുവാൻ കഴിയുമെന്ന് ഞാനൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് ചോദിക്കുകയാണ്. മുഴുവൻ പൂർണ്ണമാകുന്ന പെന്തക്കോസ്ത് എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ അവിടെയും ജാതിയും മതവുമൊക്കെ പറയുന്ന കുറേ കാട്ടാളന്മാരുണ്ട്, ഇല്ലെന്ന് പറയാനും കഴിയയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പ്രസ്ഥാനത്തിൻ്റെ മാതൃകയെയും ഈ പ്രസ്ഥാനത്തിൻ്റെ മാന്യതയെയും തനതായ ലക്ഷ്യത്തെയും തകർക്കുന്ന കുറേ ആളുകൾ പെന്തക്കോസ്തിൽ ഉണ്ട് എന്നുള്ളതിൽ സംശയത്തിന് ഒരു തരിയും ഇല്ല എന്ന് മനസ്സിലാക്കുവാനിടയാകും. എന്തായിരുന്നാലും ശരി, കാലഘട്ടത്തിനനുസരിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്ന രക്ഷ, സമാധാനം, സന്തോഷം എന്നിത്യാദി അനുഗ്രഹീതമായ ചിന്തകൾ മനുഷ്യവർഗത്തിൽ നൽകിക്കൊടുക്കുന്ന
മനുഷ്യവർഗത്തിൽ ലഭിക്കുന്ന ക്രിസ്തുവേശുള്ള ഉപദേശം പറയുന്ന ക്രിസ്തുവേശുവിൻ്റെ ഉപദേശം ഇവിടെ പ്രഖ്യാപിക്കുന്ന അതിവിടെ പ്രകടമാക്കുന്ന പ്രസ്ഥാനമായ പെന്തക്കോസ്ത് സമൂഹത്തിലേക്ക് ഈഴവർ മാത്രമല്ല സമൂഹത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട് അസമാധാനം അനുഭവിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമത്തിലാകുന്നു ഈ പെന്തക്കോസ്ത് ലോകം എന്ന് പറയാതിരിക്കുവാനും കഴിയുകയില്ല. സ്നേഹമുള്ളവരെ, പെന്തക്കോസ്ത് ഒരു കൊച്ചു പ്രസ്ഥാനമല്ല, ലോകമറിയുന്ന പ്രസ്ഥാനമാകുന്നു, ഇന്ത്യ അറിയുന്ന പ്രസ്ഥാനമാകുന്നു. ലോകത്തിലെ ഏത് രാജ്യത്തും പടർന്നു പന്തലിച്ച് കിടക്കുന്ന ഈ വലിയ പ്രസ്ഥാനത്തിനെതിരെ കേരളത്തിൻ്റെ ഒരു മുക്കിലിരുന്നുകൊണ്ട് ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശനെപ്പോലുള്ള ആളുകൾ കാണിക്കുന്ന ജൽപ്പനം വെറും ജൽപ്പനങ്ങളായി മാത്രം ഇവിടെ അവശേഷിക്കുകയും പെന്തക്കോസ്ത് സമൂഹം വളരെ ശക്തമായി വളരുകയും അവരുടെ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യും എന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. സ്നേഹമുള്ളവരെ, യേശുക്രിസ്തുവിലെ രക്ഷ അതാകുന്നു നമുക്ക് വലുത്. അവൻ സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നൽകും. അതിനുവേണ്ടി നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൽ സമർപ്പിക്കാം. ഇവിടുത്തെ മുഴുവൻ ആളുകളെയും പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ അന്തമില്ലാത്ത അനുഗ്രഹത്തിലേക്കും ശ്രദ്ധേയമായ ആ സഹവർത്തത്തിലേക്കും മാനസികമായി വളർച്ച കൊടുക്കുന്ന സമത്വത്തിലേക്കും കൊണ്ടുവരുവാൻ ഇനിയും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇന്ന് പകൽക്കാലം എനിക്ക് എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച എല്ലാ ആളുകളും എന്നോട് സഹകരിച്ച് എൻ്റെ ഈ ചാനൽ ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടുതൽ ആളുകൾക്ക് ലഭിക്കത്തക്ക രീതിയിൽ ഒന്നുകൂടി ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.